പ്രമുഖ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയും സഹാവ് ശിവൻകുട്ടി സാറിൻ്റെ ഭാര്യയുമായ ആർ പാർവതി ദേവിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. മാധ്യമപ്രവർത്തനവും എഴുത്തും ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെങ്കിൽ? മാധ്യമപ്രവർത്തനം തന്നെ എഴുത്താണല്ലോ, അതുകൊണ്ട് അത് വളരെ സ്വാഭാവികമായി വരുന്ന ഒന്നാണ്. ഞാനൊരു 20 വർഷം മാധ്യമപ്രവർത്തനമായിരുന്നു. അതായിരുന്നു എൻ്റെ ഉപജീവന മാർഗം. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരി ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് 8, 10, 12 മണിക്കൂറൊക്കെ ജോലി എടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഇടയിൽ എഴുത്ത് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നായിരുന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ ഭാഗമായി ധാരാളം എഴുതുകയും, പക്ഷേ പുസ്തകത്തിലേക്ക് വളരെ ഗൗരവമുള്ള പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയത് യഥാർത്ഥത്തിൽ പൂർണ്ണസമയ മാധ്യമപ്രവർത്തനം അവസാനിച്ച ശേഷമാണ്. എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു? ഞാനൊരു 18-19 വർഷം മാധ്യമപ്രവർത്തനമായിരുന്നു. പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ ദേശാഭിമാനി, അന്ന് തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ യൂണിറ്റ് ആദ്യമായിട്ട് തുടങ്ങി 1 വർഷമൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 88-ൽ. അപ്പോൾ 88 മുതൽ ഏതാണ്ട് 2006 വരെ ദേശാഭിമാനി, അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൈരളി തുടങ്ങിയത്. അപ്പോൾ കൈരളിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ 2006 വരെ പൂർണ്ണസമയ മാധ്യമ പ്രവർത്തനമായിരുന്നു. ഏകദേശം പകുതി ബ്യൂറോയിലും പകുതി ഡെസ്കിലുമായിരുന്നു. മാം, ഈ പത്രം കുട്ടികളെ എന്നൊരു രചന നടത്തിയിരുന്നു. അതിനൊത്തിരി അവാർഡുകളും എല്ലാം കിട്ടിയിരുന്നു. അങ്ങനെ ഒരു രചന നടത്താനുണ്ടായ ചുറ്റുപാടും ആ കിട്ടിയ ബഹുമതികളെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊരു ബാലസാഹിത്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്തെ മാധ്യമത്തെക്കുറിച്ചും മാധ്യമത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് 90-കൾക്ക് ശേഷം നമ്മുടെ മാധ്യമ മേഖലയിൽ വലിയ തോതിൽ മാറ്റം വന്നു. മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ ലാഭം ലക്ഷ്യമാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളായി മാറ്റി. നമ്മൾ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളിൽ ഒന്നായിട്ടൊക്കെയാണ് മാധ്യമത്തെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സ്വഭാവം മാറി, അതിൻ്റെ രീതികൾ മാറി, അവരുടെ കാഴ്ചപ്പാട് മാറി. അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കുട്ടികൾക്ക് എങ്ങനെയോ എന്ന് മാത്രമല്ല, പിന്നീട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൽ പഠിപ്പിച്ചിരുന്നു, അവിടെ പ്രസ് ക്ലബിൻ്റെ. ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികൾക്ക് എന്താണ് പത്രം, എങ്ങനെയാണ് പത്രത്തിൻ്റെ ചരിത്രം, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ വളരെ കുറവാണ് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ചില സമയങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് സ്കൂൾ കുട്ടികൾക്ക് ചില ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാറുണ്ട്. ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് 2 പുസ്തകമുണ്ട്. പത്രം കുട്ടികളെ എന്നുള്ളത് പത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രവും അവരുടെ പ്രവർത്തന രീതിയും ഒക്കെ. പിന്നെ ഒന്ന് TV കാണാം കുട്ടികളെ എന്ന് പറഞ്ഞിട്ട്, രണ്ടും ബാലസാഹിത്യമായിരുന്നു. ടെലിവിഷനെക്കുറിച്ചും ടെലിവിഷൻ്റെ ആവിർഭാവം, ടെലിവിഷൻ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുക, ടെലിവിഷൻ്റെ പ്രവർത്തന രീതി, ഇങ്ങനെ ഈ രീതിയിലാണ് 2 പുസ്തകം എഴുതിയത്. അപ്പോൾ ബാലസാഹിത്യം എന്നുള്ള നിലയ്ക്ക് ആ 2 എഴുതിയിട്ടുള്ളൂ. അതിനാണ് അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ കിട്ടിയത്. അവിടെ അബുദാബി പോയി വാങ്ങുകയാണ് ചെയ്തത്. പിന്നീടും ആ പുസ്തകം SPCS ആണ് അത് പ്രസിദ്ധീകരിച്ചത്. അവർ 1-ൽ കൂടുതൽ പ്രതികൾ അത് എഡിഷൻസ് ഇറങ്ങുകയും ചെയ്തു. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഈ +2-നും മറ്റും ഈ ജേർണലിസം കൂടുതലായി വരികയും ഇതൊക്കെ തന്നെ പഠിക്കുന്നതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത് ആവശ്യമായി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് എനിക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ മറ്റും വായനാ മത്സരത്തിനും ഒക്കെ ഈ പുസ്തകം ഇടക്കാലത്ത് വന്നിരുന്നു. മാഡം, ഈ എഴുത്തിലേക്ക് വരാൻ പ്രചോദനമായ ഗുരുക്കന്മാർ ഒക്കെ ഉണ്ടല്ലോ, അതിലേറ്റവും സ്വാധീനിച്ച വ്യക്തികൾ, പ്രത്യേകിച്ച് അച്ഛനൊരു എഴുത്തുകാരനും കൂടിയായിരുന്നു. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എഴുത്ത്, വായന എന്നുള്ളത് ഒരു പുതിയ കാര്യമായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് തന്നെ സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാനകോശം എന്നൊക്കെയാണ്. അച്ഛൻ്റെ ആദ്യ പ്രണയം അക്ഷരങ്ങളാണ്. അച്ഛൻ പറയാറുണ്ട്, വളരെ വയസ്സായി കഴിഞ്ഞ അച്ഛൻ പറയാറുണ്ട്, അച്ഛൻ സ്വപ്നം കാണുന്നത് പോലും അക്ഷരങ്ങളാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ ഒരു 10-25,000 പുസ്തകങ്ങളുള്ളൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അച്ഛൻ എന്നും പുസ്തകങ്ങളായിരുന്നു. അച്ഛൻ്റെ ധാരാളം, അത് ഒരുപാട് എഴുതപ്പെടുകയും പറയപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യമാണ്. എന്നാലും വീട്ടിലൊരു പക്ഷേ അടുക്കള ഒഴിച്ച് ബാക്കി എല്ലാ മുറികളിലും പുസ്തകമാണ്. ഊണുമുറിയിലായാലും കിടപ്പമുറിയിലായാലും സ്വീകരണ മുറിയിലായാലും ഒക്കെ പുസ്തകങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകങ്ങളുടെ നടുക്കാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും. എനിക്കൊരു
സഹോദരനാണുള്ളത്. ചേട്ടനും മാധ്യമപ്രവർത്തനത്തിലേക്കാണ് കടന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടന്ന പോലെയാണ്. അപ്പോൾ വായന എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുതരുന്ന സമ്മാനങ്ങൾ പുസ്തകങ്ങളാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ സുഭാഷ് നഗറിലാണ് താമസിച്ചിരുന്നത്. ഞാനൊക്കെ തന്നെ അവിടെ ഒരു കുട്ടികളുടെ ലൈബ്രറി തുടങ്ങിയിരുന്നു. കാരണം അത്രയേറെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 10 പൈസയോ മറ്റോ ആണ് മെമ്പർഷിപ്പ്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു ലോകത്ത് പുസ്തകങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. എന്ന് മാത്രമല്ല, എൻ്റെ അമ്മ ഫിലോസഫിയുടെ പ്രൊഫസർ എം ജെ രാജമ്മ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത്. അമ്മ വളരെ നല്ല വായനക്കാരിയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇത്രയേറെ വായിക്കുമെങ്കിലും അച്ഛനിങ്ങനെ പ്രത്യക്ഷത്തിൽ ഞങ്ങളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ വായിക്കണം അങ്ങനത്തെ ഉപദേശങ്ങൾ തരിക അതൊന്നും അച്ഛനില്ല. പുസ്തകങ്ങൾ തന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അമ്മ എങ്ങനെയല്ല, ഏതാണ് നല്ല പുസ്തകങ്ങൾ, നല്ല വായന എങ്ങനെയാകണം, നല്ല രചന എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രീതിയിൽ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഇത്തരം പുസ്തകങ്ങളിലേക്കൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഈ എഴുത്തും വായനയും എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് കിട്ടിയ വീട്ടിലെ ഒരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. പിന്നീട് വളരെ യാദൃച്ഛികമായിട്ടാണെന്ന് വേണേൽ പറയാം ഞാനും ചേട്ടനും മാധ്യമപ്രവർത്തകരായത്. കാരണം ഞാൻ പഠിച്ചത് ഫിലോസഫിയാണ്. ഞാൻ BA MA MPhil ഒക്കെ ഫിലോസഫിയാണ് പഠിച്ചത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MPhil ചെയ്യാൻ പോകുമ്പോൾ ഒരു അധ്യാപികയാവും എന്നുള്ള അമ്മയെ പോലെ എന്നുള്ള നിലയ്ക്കായിരുന്നു. ചേട്ടൻ എക്കണോമിക്സ് MA ആണ് പഠിച്ചത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടോ കുട്ടിക്കാലം മുതലേ വായനയിലും അതുപോലെ തന്നെയാണ് മാധ്യമപ്രവർത്തനവും. അച്ഛൻ പത്രാധിപരായിരുന്നു, ദേശാഭിമാനിയുടെ ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന ആളാണ്. അപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് വന്നു. ഞാൻ പിന്നെ SFIയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അന്ന് SFIയുടെ മുഖപത്രമായ സ്റ്റുഡൻറ്റിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് മാധ്യമപ്രവർത്തനത്തിലേക്ക് വരിക ചെയ്തു. അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. കാരണം പുരുഷന്മാരെ പോലെ അല്ലല്ലോ മാധ്യമപ്രവർത്തനം തന്നെ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഞാനൊക്കെ വരുമ്പോൾ വിരലെണ്ണാവുന്ന ഒരു കയ്യിലെ വിരലെണ്ണാവുന്നത്ര സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. ദേശാഭിമാനിയിലൊരു തുളസി ഭാസ്കരൻ ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലൊരു ലൽക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ലൽക്കാറും ഇവർ ആരും തന്നെ ഡേ ടു ഡേ മാധ്യമപ്രവർത്തനം ആയിരുന്നില്ല. മാസികയിൽ വർക്ക് ചെയ്യുക, ഡെസ്കിലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന എൻ്റെ ബാച്ചിൽ ഞാൻ ഒറ്റ സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് മാതൃഭൂമി മനോരമയൊന്നും പെൺകുട്ടികളെ എടുക്കാറുണ്ടായിരുന്നില്ല, പല കാരണങ്ങൾ പറഞ്ഞിട്ട്. അവരൊരു വളരെ, കാരണം മാധ്യമപ്രവർത്തനം എന്തോ രാത്രിയിലും ഒക്കെ ജോലി ചെയ്യേണ്ടതാണ്, അത് സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്നൊരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു. അതിപ്പോൾ മാറി, നേരെ തിരിച്ചായി ധാരാളം സ്ത്രീകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഞാൻ വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വാഭാവികം പോലെ അതിലേക്ക് അങ്ങ് കടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാധ്യമപ്രവർത്തനത്തിലേക്ക് വരിക ചെയ്തു. അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പക്ഷേ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഇല്ലാതെ നല്ല മാധ്യമപ്രവർത്തകയാകാൻ കഴിയില്ല. കാരണം രാത്രി മുഴുവൻ ഡ്യൂട്ടിയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് തന്നെ വൈകിട്ട് 4 മണിക്കോ 5 മണിക്കോ ആണ്. ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വെളുപ്പിനെ 4 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് വളരെ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു കുടുംബം, ഭർത്താവ്, മക്കൾ, അവരുടെ ഭക്ഷണം, അങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എനിക്ക് വളരെ പോസിറ്റീവായി സംഭവിച്ചത് ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബവും ചേട്ടൻ്റെ കുടുംബവും, അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങളെല്ലാവരും ഒരു 10-16 വർഷം ഒറ്റ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒരു പരസ്പര സഹായിക്കുന്ന, പരസ്പരം താങ്ങായി നിൽക്കുന്ന, അമ്മ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത, അമ്മ അപ്പോഴേക്ക് റിട്ടയർ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് മാധ്യമപ്രവർത്തനം നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പി ഗോവിന്ദപിള്ളയുടെ മകൾ, ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ, എഴുത്തുകാരി, മാധ്യമപ്രവർത്തകർ, ഇതിലേതിലറിയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? ഒരു രസകരമായ ചോദ്യമാണിത്. അതെ, ഇതിപ്പോൾ പി ഗോവിന്ദപിള്ളയുടെ മകളല്ല എന്നും ശിവൻകുട്ടിയുടെ ഭാര്യ അല്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിഷേധിക്കാൻ പറ്റാത്ത സത്യങ്ങളാണ് അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. തീർച്ചയായും അതിലൊക്കെ നമുക്ക് അഭിമാനമുണ്ട്. ഈ പറയുന്ന പോലെ അച്ഛൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് എവിടെ ചെന്നാലും ഒരു കസേര കിട്ടുന്നതും വളരെ സ്നേഹത്തോടു കൂടി ആൾക്കാർ പെരുമാറുന്നതും ശിവൻകുട്ടിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്കും നമ്മളെ എങ്ങനെയാണ് അറിയപ്പെടുക എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ
ഒരു മനുഷ്യസ്നേഹി എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. കാരണം ഇതൊക്കെ ആണെങ്കിലും ഇതിലൊന്നും അങ്ങേ അറ്റത്തെ ഒരു ഏറ്റവും മേലെ തട്ടിലേക്ക് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാധ്യമപ്രവർത്തനമാണെങ്കിലും എഴുത്തുകാരിയാണെങ്കിലും ഇതൊക്കെ ഒരു ശരാശരി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ അച്ഛനായാലും നമ്മുടെ പ്രത്യയശാസ്ത്രം ആയാലും രാഷ്ട്രീയമായാലും അമ്മയായാലും നമ്മുടെ എഴുത്തും വായന ആയാലും നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയ കാര്യം. എഴുത്തുകാരി ആണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് മാത്രം. പിന്നെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തനം, ഞാൻ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകയായിരുന്നപ്പോൾ മറ്റ് സ്ത്രീകളില്ലാത്തത് കൊണ്ട് എനിക്കൊരു വെല്ലുവിളി പോലെ തോന്നിയിരുന്നു അന്ന്. കാരണം സ്ത്രീകളധികം ഇല്ലാത്തൊരു മേഖലയിൽ നല്ലൊരു മാധ്യമപ്രവർത്തക എന്നൊരു പേരെടുക്കണം എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു.